നമസ്കാരം. വാസ്തു പ്രശ്നം നമ്മുടെ നിത്യജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നത്തിന് ബുദ്ധിമുട്ടിന് അതിനൊരു കാരണമായി തീരാറുണ്ടോ? അല്ലെങ്കിൽ വാസ്തുദോഷം വസ്തുദോഷമൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിനെ ബാധിക്കാറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചു. പല ആളുകളും അങ്ങനെ പറഞ്ഞു കാണാറുണ്ട്, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വാസ്തു ദോഷം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ഞാൻ പരിഹരിച്ചതിന് ശേഷം എനിക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടിയെന്നൊക്കെ. ഇതൊക്കെ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതല്ലെങ്കിൽ അത് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സമ്പത്തില്ലാതെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോഴായിരിക്കും. അവരുടെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് അവർ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. നമ്മൾ ആരോടാണ് ചോദിച്ചത്, അതൊരു വാസ്തുവിൻ്റെ ആളോടാണോ, ജ്യോത്സ്യനോടാണോ, അതൊരു സാധാരണ സുഹൃത്തിനോടാണോ, ഒരു വിശ്വാസിയോടാണോ, അതോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയോടാണോ, അതൊരു താർക്കികനോടാണോ എന്നൊക്കെ അനുസരിച്ചിരിക്കും അവരുടെ ഉത്തരം. അതിനനുസരിച്ചാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതും. എന്തൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ നമ്മളെ ചില വിഷയങ്ങൾ ബാധിക്കുക തന്നെ ചെയ്യും. അത് വാസ്തുദോഷമെന്ന് നമ്മളെ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഏത് സ്ഥലത്താണോ നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാവരെയും ബാധിക്കും. അതൊരു വിശ്വാസിയെ മാത്രമല്ല, വിശ്വാസമില്ലാത്തവനെയും ബാധിക്കും. അത് ചില ആളുകൾ അതിനെ മനസ്സിലാക്കുന്നു, ചിലരതിനെ മനസ്സിലാക്കുന്നില്ല, ചിലരതിനെ തള്ളിക്കളയുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും തർക്കങ്ങളും നടക്കുന്ന ഒരു വിഷയമാണ് ഈ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ധാരാളം ആളുകൾ നോക്കുന്നുണ്ട്, ഒന്നും നോക്കാതെ പണിയുന്ന ആളുകളുമുണ്ട്. എല്ലാം നോക്കി പണിതവർക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ലേ, എല്ലാം നോക്കാതെ പണിതവർക്ക് ഗുണം കിട്ടുന്നില്ലേ എന്നൊക്കെ ഉള്ള തർക്കങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്, വാസ്തുവിൻ്റെയോ വസ്തുവിൻ്റെയോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അങ്ങനെ അനുഭവം ഉണ്ടായാൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്.